സർ, തമിഴ്നാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഏത് രീതിയിൽ സ്റ്റാലിൻ സർക്കാരിന്റെ ഒരു തുടർഭരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ വിജയ് പോലെയുള്ള സിനിമാ താരങ്ങൾ, അത്തരത്തിലുള്ള താരങ്ങളെ ജനങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. വളരെയേറെ വാർത്താ പ്രാധാന്യം നേടുന്നത് സ്റ്റാലിൻ സർക്കാരിന്റെ തുടർഭരണം എന്നുള്ള ഒരു ടാഗ് ലൈനാണ്. ജയശങ്കർ സാർ എങ്ങനെ വിലയിരുത്തുന്നു? തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണം മാറണമെന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാലിൻ വീണ്ടും ജയിച്ചപ്പോൾ തന്നെ അവിടെ ഒരു കാൽക്കുലേഷൻ തെറ്റിയത് കാരണമാണ് അത് സംഭവിച്ചത് എന്നാണ് അന്ന് തന്നെ നിഗമനം ഉണ്ടായതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതേ മുന്നണി NDA ഇതേ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ ഈ സ്റ്റാലിൻ ആ രണ്ടാം വരവുണ്ടാവുമായിരുന്നില്ല. ഇതിപ്പോ എന്തായി, രണ്ടാം വരവും വന്ന് മൂന്നാം വരവും കാത്തു നടക്കുകയാണ് ഇപ്പോ. ആ സമയത്ത് ഇപ്പോ തമിഴ്നാട്ടിൽ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ പ്രാവശ്യം അത് NDAയുടെ ഭാഗത്ത് പറ്റിയ ഒരു തെറ്റാണ്. അവര് AIADMKനെ മുന്നണിയിൽ എടുക്കേണ്ടതായിരുന്നു, അത് അവരെടുത്തില്ല. അങ്ങനെ ത്രികോണ മത്സരം അവിടെ നടന്നപ്പോൾ സ്റ്റാലിൻ വീണ്ടും ജയിച്ചു എന്നതാണ് സത്യം. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ അല്ലല്ലോ. തമിഴ്നാട്ടിൽ ഈ AIADMKയുമായിട്ട് NDA ഇപ്പോ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു മുന്നണി വളരെ സ്ട്രോങ് ആണ്. അതിന്റെ ബേസിസിൽ അതിനെ ഓവർകം ചെയ്യാൻ DMKക്കോ മറ്റ് ഇന്ത്യ മുന്നണിക്കോ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും ആ സാഹചര്യങ്ങൾ വെച്ച്. സർ, നിലവിൽ വിജയുടെ തമിഴ് വെട്രിക്കഴകത്തിന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ADMKയും അല്ലെങ്കിൽ പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ ഒക്കെ നടന്ന ഒരു പ്രചാരണവും വിജയിയുടെ പ്രചാരണവും അതിന് ലഭിച്ച ഒരു ജനങ്ങളുടെ ഒരു സ്വീകാര്യതയും ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. അപ്പോൾ വിജയുടെ തമിഴ് വെട്രിക്കഴകത്തിന് TVKക്ക് എത്രത്തോളം ഒരു സാധ്യതയുണ്ട്? വിജയ് എന്ന ഘടകം സിനിമയാണല്ലോ. അപ്പോ ഈ സിനിമ ആയി ബന്ധപ്പെട്ട ഒരു കക്ഷി തന്നെയാണ് ഈ DMK. അപ്പോ ഈ വിജയ് കാര്യമായിട്ട് പ്രവർത്തിച്ചാൽ ഈ ഇവിടെ വോട്ട് കുറയുക, DMKയുടെ വോട്ടാണ് സ്പ്ലിറ്റ് ആയിട്ട് പോവുക, അത് വിജയുടെ ഭാഗത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അത് DMKക്ക് കൂടുതൽ അടിവാകും. അവർക്ക് വരാവുന്ന വിജയത്തിന് മങ്ങലേൽക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അത് ADMK NDA മുന്നണിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നും നമുക്ക് വിലയിരുത്താം. സർ, മറ്റൊരു ചോദ്യം. തമിഴ്നാട്ടിൽ ഇനി ആര് അധികാരത്തിലെത്തിയാലും BJP എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. തമിഴ്നാട് പിടിച്ചെടുക്കും എന്ന് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ എത്തിയപ്പോഴും അമിത്ഷാ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് BJP വലിയ രീതിയിൽ വലിയൊരു നേട്ടമാക്കാൻ തമിഴ്നാട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ BJPയുടെ നീക്കങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും അതുപോലെ BJPയുടെ മാനിഫെസ്റ്റോയുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും തമിഴ്നാട്ടിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. BJPയുടെ മാനിഫെസ്റ്റോനെക്കാട്ടും പ്രധാന ഒരു ഘടകം BJP പറഞ്ഞ് ആദ്യം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി AIADMKയുടെ നേതാവിനെയാണ്. അല്ലാതെ BJP ആവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നും പറയാൻ പോയിട്ടില്ല. അത് തന്നെ ആ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ ഈ മുന്നണിയോട് അടുപ്പിക്കാൻ വളരെയധികം പ്രയോജനം ചെയ്യും. കൂട്ടത്തിൽ ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ BJP മുന്നണി വരുമ്പോൾ നടപ്പാക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പൊ അത് കൂടുതൽ ഗുണം NDAക്ക് അല്ലെങ്കിൽ AIADMK മുന്നണിക്ക് കിട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല. കൂട്ടത്തിൽ ഈ വിജയ്യുടെ ഈ വർക്കും കൂടി വരുമ്പോൾ അത് DMKയിലെ വോട്ട് സ്പ്ലിറ്റായി മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഈ AIADMK NDA മുന്നണി തന്നെ ജയിച്ചു കയറും എന്ന് തന്നെയാണ് സൂചനകൾ പറയുന്നത്.
തമിഴ്നാട്ടിൽ പോളിംഗ് കുതിച്ചുയരുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ രീതിയിൽ സ്റ്റാലിൻ സർക്കാരിന്റെ ഒരു തുടർഭരണമാണ് സംഭവിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ബി.ജെ.പി പ്ലാൻ ചെയ്തതുപോലെ, അമിത്ഷാ പ്ലാൻ ചെയ്തതുപോലെ എ.ഡി.എം.കെക്ക് ഉൾപ്പെടെയുള്ള ഒരു വിജയം അവിടെ കൈവരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, രണ്ട് രീതിയിലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ സാധിക്കും. സ്റ്റാലിൻ സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ ബി.ജെ.പിയുടെ നീക്കം എന്തായിരിക്കാനാണ് സാധ്യത? സ്റ്റാലിൻ സർക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ബി.ജെ.പി ഒന്നും ചെയ്യാനൊന്നും പോവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ജനാധിപത്യത്തിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡി.എം.കെക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരെ ഭരിക്കാൻ അനുവദിക്കാത്രേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന മാതിരി അവിടെ വേറെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വരിക. കാരണം വിജയ്യുടെ കുറച്ച് സീറ്റുകൾ ഉണ്ടാവുക, ഡി.എം.കെക്ക് കുറച്ച് സീറ്റുകൾ ഉണ്ടാവുക, മറ്റേ എ.ഡി.എം.കെ അവർക്കും കുറച്ച്. അപ്പൊ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ ബി.ജെ.പി ശരിയായിട്ട് അത് ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിജയൊക്കെ ആയിട്ട്. അപ്പോ അവിടെ ഒരു കൂട്ടു സർക്കാർ ഡി.എം.കെനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് തന്നെ വരാനും സാധ്യത കാണുന്നുണ്ട്. സർ, അവസാനമായി ഒരൊറ്റ ചോദ്യം കൂടി. നിലവിൽ നമുക്കറിയാം 2021 ആദ്യ 2 മണിക്കൂറിനുള്ളിൽ ഏകദേശം 13.1% മാത്രമായിരുന്നു തമിഴ്നാട്ടിൽ ഒരു പോളിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇന്ന് കാലത്ത് 9 മണിയാകുമ്പോൾ തന്നെ ഏകദേശം രേഖപ്പെടുത്തിയത് 17% അടുത്തുള്ള ഒരു പോളിംഗ് ആണ്. ഈ രീതിയിൽ ഒരു കനത്ത പോളിംഗ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തുമ്പോൾ അത് പളനിസ്വാമിക്കായാലും അല്ലെങ്കിൽ ബി.ജെ.പിക്കായാലും ഗുണകരമാകാൻ സാധ്യതയുണ്ട്. ഈ പോളിംഗ് കൂടുന്നത് തന്നെ അവിടുത്തെ മൊത്തം വർക്കാന്റെ ഗുണമാണ്. അത് ഒരു പാർട്ടിയുടെയൊന്നും അത് പറയേണ്ട ആവശ്യമില്ല. ഡി.എം.കെയുടെ ആയാലും എ.ഡി.എം.കെയുടെ ആയാലും ബി.ജെ.പിയുടെ ആയാലും വിജയുടെ ആയാലും. ഈ വിജയ് യുവാക്കളുടെ ഇടയിൽ വളരെയധികം ഒരു ഇളക്കുണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ആ സിനിമ എന്നുള്ള നിലയ്ക്ക്. അപ്പോ ഇത് ഒക്കെ കൂടി വന്നപ്പോഴാണ് ഈ കാലത്ത് തന്നെ പോയിട്ട് വോട്ട് ചെയ്യാനുള്ള ഈ ഒരു തിരക്ക്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, കാലാവസ്ഥ. അതായത് 11 മണി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പൊ എല്ലാവരും നേരത്തെ പോയി വോട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അതും കൂടി കൂട്ടി വായിക്കാം. അല്ലാതെ ഇനി ഉച്ചയ്ക്കൊന്നും ആരും ഉണ്ടാവില്ല വോട്ട് ചെയ്യാൻ. ഇവിടെ അങ്ങനെയല്ലേ ഉണ്ടായത്. അപ്പോ അത്ര ചൂടുണ്ട്, 40-42 ഡിഗ്രി ചൂട്ടത്ത്. അപ്പോ വെയിൽ ചൂടാവുന്നതിന് മുന്നേ പോയി നിന്ന് വോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്ന് നമ്മൾ കണ്ടാൽ മതി. യെസ്, എന്തായാലും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ രീതിയിൽ കനത്ത പോളിംഗ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് വിജയുടെ ടി.വി.കെ, അതുപോലെ സ്റ്റാലിൻ സർക്കാരും, അതുപോലെ തന്നെ എ.ഡി.എം.കെയും പളനിസ്വാമിയും ബി.ജെ.പിയും ഉൾപ്പെടെ എല്ലാവരും നടത്തിയത്. തമിഴ്നാട്ടിൽ വലിയ വാഗ്ദാനങ്ങളാണ് എല്ലാ മുന്നണികളും നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കനത്ത പോളിംഗ് എന്നത് മാത്രമാണ്. സ്റ്റാലിൻ സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാകുമോ, വലിയ മാറ്റമുണ്ടാക്കാൻ, അല്ലെങ്കിൽ അമിത്ഷായുടെ പ്രതിജ്ഞ അവിടെ നിറവേറ്റപ്പെടുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.